ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. ഇന്ന് ഞാൻ ഒരു പുതിയ ഐറ്റമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കോക്കനട്ട് മിൽക്ക് ചിക്കൻ ബിരിയാണി. സാധാരണ നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക. ഇത് ഞാൻ പുതിയൊരു ഐറ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ കോക്കനട്ട് മിൽക്ക്. നിങ്ങളിതൊന്ന് നോക്കി നോക്കൂ. വളരെ എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. കോക്കനട്ട് മിൽക്ക് ശരീരത്തിന് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, എന്തായാലും ഞാൻ ഉറപ്പ് തരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കോക്കനട്ട് മിൽക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ട സാധനങ്ങൾ പറയാം. ഞാൻ ഇപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ബേ ലീഫ്, കറിയാമ്പൂവ്, പിന്നെ പട്ട, അതുപോലെ തന്നെ ഏലക്കായ, മല്ലിയില എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വെള്ളം ബോയിൽ ആയി കഴിഞ്ഞ് അതിൽ ഞാൻ അരി ഇടാം. ജീരകശാല അരിയാണ് യൂസ് ചെയ്യണത് കേട്ടോ. ആ വെള്ളത്തിൽ നിങ്ങൾ പെരിഞ്ജീരകവും നല്ല ജീരകവും ചേർക്കണം. അത് ഞാൻ പറയാൻ മറന്നാണ്, എന്തായാലും ചേർക്കണം. പെരിഞ്ജീരകത്തിന്റെ മണം വളരെ നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്ക് വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഈ അരി കണ്ടിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് ബോയിൽ ആയിട്ടാ, അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അധികം സമയമൊന്നും കളയണ്ട. ഈ വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് ഒരു ചെറിയ ഉള്ളി ഒരു 2 ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് ആട്ടാ. എന്നിട്ട് നമുക്ക് അരി ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം. വെള്ളം എപ്പോഴും നമ്മളിത് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാ ഭാഗത്തും ഒരേ വേവാകും. അപ്പൊ ഞാൻ ബിരിയാണി റൈസ് നല്ല പാകത്തിന് കണ്ടില്ലേ വാർത്തെടുത്തു കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ സ്ട്രെയിനറിൽ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ പോരാത്തിന് ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 മുറി നാരങ്ങ കുരുവൊക്കെ കളഞ്ഞതാണ്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ 1/2 മണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ ഇത് അടിപൊളിയാവുള്ളൂ. സാധനം നന്നായി പിടിക്കണ്ടേ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടാ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 1/2 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പം നമുക്കേ ഇതൊന്ന് വറുത്തെടുക്കാം. കുറേ നേരമായില്ലേ റെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കണു. ഇനി അങ്ങനെ റെസ്റ്റ് ചെയ്യണ്ട. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായില്ലേ, അതിലേക്ക് നമുക്ക് ഓരോ പീസസ് ആയിട്ട് കൊടുക്കാം. ഇടുമ്പോൾ കൈ പ്രത്യേകം നോക്കണം. ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ. എന്താ ചെക്ക് പറ്റിയ അബദ്ധമാണ് ഒരു പ്രാവശ്യം. ഇക്കായിട്ട് കയ്യും അങ്ങോട്ട് ഞാൻ ഫ്രൈ ചെയ്തു. അപ്പം ഇത്രയും പീസായിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒട്ടി പിടിക്കും. നമ്മുടെ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വാങ്ങാം. എന്നിട്ട് അടുത്തടുത്ത് ഞാൻ എല്ലാം അങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ്റെ മസാല റെഡിയാക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നീളത്തിൽ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് ചെറുതായി ഫ്രൈ ആവട്ടെ. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. എനിക്ക് കുറച്ച് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്തൂട്ടാ. എനിക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒട്ടും സമയം കളയാതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതങ്ങോട്ട് നന്നായിട്ടൊന്നങ്ങോട്ട് മൂപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചൈനീസ് മല്ലി ഇട്ട് കൊടുത്തുട്ടാ. അത് നമുക്ക് സമൃദ്ധിയാണ്. അപ്പോൾ അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇപ്പോൾ എല്ലാത്തിനും ചൈനീസ് മല്ലിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ തക്കാളി ചെറുതാക്കി എനിക്ക് അരിഞ്ഞുവിടാം. 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ടില്ലെങ്കിൽ എന്ത് ബിരിയാണി അല്ലേ. നമുക്ക് അടുത്ത തക്കാളി അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനേ ഇത് ഇളക്കുമ്പോൾ ഉമ്മക്ക് നമ്മുടെ കണ്ണ നല്ല കറച്ചിൽ കരയുണ്ട്. അതായത് അതിൻ്റെ തത്ത ഒന്ന് ഞാൻ പോയി നോക്കട്ടെ. തക്കാളിയൊക്കെ നന്നായി ഫ്രൈ ആയി. ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ അപ്പോഴേ നമുക്ക് കളർ കിട്ടുള്ളൂ, അത് 1 ടീസ്പൂൺ, സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ എല്ലാം നമുക്കത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് കിടക്കട്ടെ. എന്നിട്ട് നന്നായിട്ടാണ് വഴറ്റി കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് എല്ലാം ആയിട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടാണ്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഈ മസാലയൊക്കെ നന്നായി പിടിക്കും. കണ്ടില്ലേ, ഇത് അടിപൊളിയല്ലേ.
എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഇത് കാണണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇതിനെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് ഈ ബിരിയാണിയുടെ ഹൈലൈറ്റ്. നോക്കിയിട്ട് ഒഴിക്കണം, വെള്ളം കൂടരുത്. എന്നിട്ട് ഇതിൽ കിടന്ന് വറ്റണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ബിരിയാണി എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചു കൂട്ടാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ല പുളി ഇല്ലാത്ത തൈര് ഒഴിച്ചു. യോഗട്ടാണ് കേട്ടോ അത്, അതാണ് വേണ്ടത്. പിരിയരുത്, നമ്മൾ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം അതിൻ്റെ ബിരിയാണി ചെമ്പ് എടുത്തു. അതിൻ്റെ അടിയിൽ ഞാൻ നെയ്യ് പറ്റിയിട്ടുണ്ട്. 1 ലെയർ ഞാൻ റൈസ് ഇട്ടു. അതിൻ്റെ മേലെ നമുക്ക് നന്നായിട്ട് ഞാൻ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഉള്ളി ഒക്കെ ചെറുതായിട്ടുള്ള ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. കോക്കനട്ട് മിൽക്ക് ചിക്കൻ. അതിന് ഒറ്റ ലെയർ ഇട്ട് കൊടുക്കാം കേട്ടോ. വിത്ത് ഗ്രേവി. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ പിന്നെ അടുത്ത ലെയർ ഇടാം. ബിരിയാണി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിടാൻ വെച്ചു കൂട്ടാ. എന്നിട്ട് ഞാൻ ഇപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തു. കണ്ടോ, നമ്മുടെ അടിപൊളി ബിരിയാണി. നല്ല കോക്കനട്ട് മിൽക്കിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ നല്ല മണം, മല്ലിയിലയുടെയും ഒക്കെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ. ഇനി നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ.